ഇതിപ്പോൾ എന്താ? ഹൈ, ഇന്നലെ ഞാനും ലിബും കൂടെ ഒരു ഡിന്നർ ഡേറ്റിന് പോയായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഡെസേർട്ട് മെനു നോക്കിയപ്പം അതിലൊരു സാധനം കണ്ടു, അലി. അപ്പം കണ്ടിട്ട് രസം തോന്നിയപ്പോൾ അത് ഓർഡർ ചെയ്തു. പക്ഷേ അത് അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ മൈൻഡ് സെറ്റാക്കിയതാണ്. അപ്പം നമുക്കിന്ന് അതൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കിയാലോ? അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. അതിനായിട്ട് നമ്മൾ ആദ്യം പഫ് പേസ്ട്രി ഷീറ്റ് എടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു. പിന്നെ ഒരു സോസ് പാനിലേക്ക് കുറച്ച് പാലും ഫ്രഷ് ക്രീമും കണ്ടൻസ് മിൽക്കാണ് കേട്ടോ ആഡ് ചെയ്യേണ്ടത്. കണ്ടൻസ് മിൽക്ക് എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുത്തേ. എന്നിട്ടിത് നന്നായി തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മുടെ പഫ് പേസ്ട്രി ഷീറ്റ് നന്നായി ബേക്കായി വന്നിട്ടുണ്ടാവും. അത് നമ്മൾ സെർവിങ് ബൗളിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഇവോപ്പറേറ്റഡ് മിൽക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ വേണമെങ്കിൽ കുറച്ച് നട്ട്സ് പൊടിച്ചതൊക്കെ മുകളിലിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെറ്റ് ആവാനായിട്ട് ഇത് ഫ്രിഡ്ജിനകത്തേക്ക് വെക്കാം. ഇനിയൊരു കാത്തിരിപ്പാണ്. സാധനം സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കഴിക്കാം. പക്ഷെ ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ ഇത്രയും ടേസ്റ്റ് ശരിക്കും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ബൈ.